ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു പലഹാരമാണ് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല, അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ ഗൈസ്, അതാണ് തൊട്ട് കൊടുക്കണത്. അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ചിക്കന് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. അങ്ങനെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. പിന്നെ കുറച്ച് ക്യാബേജ് അതുപോലെ വല്യുള്ളിയൊക്കെ ഉണ്ട് വേണ്ടത്. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കാം. അപ്പോൾ എന്തായാലും വല്യുള്ളി നമുക്ക് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് അത് മതി. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേ ഒരു നാരങ്ങ നീര് ഫുൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേണ്ട, ഒരു പകുതി ആയാലും മതി. ഞാൻ എന്തായാലും ഒന്നിൻ്റെ പകുതി മുക്കാലും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമ്മളെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം ഗൈസ്. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ മയോണൈസിന് കുറച്ച് കട്ടി കുറവായോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം കേട്ടോ. ഒരു ചെറിയ ഭാഗം പരത്തിയെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് റൗണ്ടാക്കി എടുക്കുക. റൗണ്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പല മോഡൽ ഷേപ്പിൽ ഉണ്ടാക്കാം. എനിക്ക് ഒരു ഷേപ്പും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്തോ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയത്. ലാസ്റ്റ് ഉമ്മ വന്നിട്ടൊരു ഷേപ്പ് കാണിച്ചു തന്നു. അങ്ങനെയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് ഇതാണ്, ഇമ്മ പറഞ്ഞ ഷേപ്പ് ഇതുമാണ് കേട്ടോ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് പറയാം. അപ്പോൾ അത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടയാണ് വേണ്ടത്. വെറുതെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടേൻ്റെ മിക്സിൽ ഒന്ന് ജസ്റ്റ് മുക്കി എടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അതിൽ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലിട്ടിട്ട് പൊരിക്കാം കേട്ടോ. അതിലല്ല ഗൈസ്, എണ്ണയിലിട്ടിട്ട് പൊരിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രെഡിൻ്റെത്. അങ്ങനത്തെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട്